രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്ക് ലക്നൌവിലെ സ്പെഷ്യൽ എംപി-എംഎൽഎ കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെന്നാരോപിച്ച് ബി.ജെ.പി. പ്രവർത്തകനായ എസ്. വിഘ്നേഷ് ശിശിർ കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. എന്നാൽ രാഹുലിനെ നിയമക്കുരുക്കിൽ വീഴ്ത്താൻ ശ്രമിച്ചവർക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് കോടതി ഈ ഹർജി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. രാഹുലിനെതിരെ നൽകിയ ഈ പരാതി നിയമസംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നതാണെന്ന് കോടതി തുറന്നടിച്ചു. വർഷങ്ങളായി രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ചുയർന്നുവരുന്ന വിവാദങ്ങൾക്ക് നിയമപരമായി ലഭിക്കുന്ന ഏറ്റവും ശക്തമായ മറുപടിയായാണ് ഈ വിധി വിലയിരുത്തപ്പെടുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ IPC പ്രകാരവും ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രകാരവും പാസ്പോർട്ട് നിയമപ്രകാരവും FIR രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു ഹർജിക്കാരന്റെ പ്രധാന ആവശ്യം. എന്നാൽ ഒരാളുടെ പൗരത്വമോ ദേശീയതയോ തീരുമാനിക്കാനുള്ള അധികാരം ഇത്തരമൊരു ട്രയൽ കോടതിക്കില്ലെന്ന് ജഡ്ജി അലോക് വർമ്മ വിധിയിൽ അസന്നിഗ്ധമായി വ്യക്തമാക്കി. മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പരാതിക്കാരന് സാധിച്ചിട്ടില്ലെന്ന് നിരീക്ഷിച്ച കോടതി ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ തീരുമാനമെടുക്കാത്ത ഒരു വിഷയത്തിൽ ഇത്തരമൊരു ഹർജി നിലനിൽക്കില്ലെന്ന് അടിവരയിട്ടു. 45ഓളം അനുബന്ധ രേഖകളും 300-ലധികം പേജുകളുമുള്ള പരാതിയും കോടതിക്ക് മുൻപിൽ ഹർജിക്കാരൻ സമർപ്പിച്ചിരുന്നുവെങ്കിലും അവയൊന്നും നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന് കോടതി കണ്ടെത്തി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതിനു മുൻപും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച ആരോപണങ്ങൾ ചർച്ചയായിട്ടുണ്ട്. മുൻപും ലണ്ടൻ ആസ്ഥാനമായുള്ള കമ്പനിയുടെ രേഖകളിൽ അദ്ദേഹം തന്റെ പൗരത്വം ബ്രിട്ടീഷ് എന്ന് രേഖപ്പെടുത്തി എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ശക്തമായിരുന്നു. എന്നാൽ അന്നെല്ലാം കോൺഗ്രസ് നേതൃത്വവും രാഹുൽ ഗാന്ധിയും ഇത്തരം വാദങ്ങളെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും കേന്ദ്ര ഏജൻസികളിൽ നിന്നും പലതവണയായി ക്ലീൻ ചിറ്റ് ലഭിച്ചിട്ടും ഈ വിഷയം കോടതിയിലെത്തിച്ച് അദ്ദേഹത്തെ വേട്ടയാടാനാണ് രാഷ്ട്രീയ എതിരാളികൾ ശ്രമിച്ചത്. ഈ വിധിയിലൂടെ ആ ഗൂഢാലോചനകൾക്കാണ് ഇപ്പോൾ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. നേരത്തെ മോദി എന്ന പേരിനെ ചൊല്ലിയുണ്ടായ മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം ഇല്ലാതാക്കാൻ ശ്രമിച്ചതും പിന്നീട് സുപ്രീം കോടതിയുടെ ചരിത്രപരമായ ഇടപെടലിലൂടെ അത് തിരികെ ലഭിച്ചതും നാം കണ്ടതാണ്. അതിന്റെ തുടർച്ചയെന്നോണം വന്ന പൗരത്വ വിവാദത്തിലും സത്യം രാഹുൽ ഗാന്ധിക്കൊപ്പമാണെന്ന് ഈ കോടതി വിധിയിലൂടെ വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. ഗുജറാത്തിലെ കോടതി വിധിക്ക് പിന്നാലെ രാഹുൽ ഗാന്ധിക്ക് MP സ്ഥാനം നഷ്ടമായ നിമിഷം ഇന്ത്യൻ ജനാധിപത്യത്തിലെ തന്നെ നിർണായകമായ ഒരു ഘട്ടമായിരുന്നു. എന്നാൽ നിയമപോരാട്ടത്തിലൂടെ അത് തിരിച്ചുപിടിച്ച രാഹുൽ ഗാന്ധിക്ക് ഈ പുതിയ വിധി കൂടുതൽ കരുത്ത് നൽകുകയാണ്. തനിക്കെതിരെ ഉയരുന്ന ഇത്തരം കേസുകളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നും തന്റെ ശബ്ദം അടിച്ചമർത്താനാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നതെന്നുമുള്ള രാഹുൽ ഗാന്ധിയുടെ വാദങ്ങൾക്ക് ഈ ഉത്തരവ് വലിയ ബലമേകുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ഉയർത്തുന്ന വിമർശനങ്ങളെ ഇല്ലാതാക്കാൻ കോടതികളെയും അന്വേഷണ ഏജൻസികളെയും ആയുധമാക്കുകയാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് ലക്നൌ കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത്. നിയമസംവിധാനത്തെ ദുരുപയോഗം ചെയ്തു എന്ന കോടതിയുടെ പരാമർശം പരാതിക്കാരന് മാത്രമല്ല, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ ശക്തികൾക്കും വലിയ തിരിച്ചടിയാണ്. നിയമപോരാട്ടങ്ങൾ ഇനിയും തുടരുമെന്നും പുനഃപരിശോധനാ ഹർജി നൽകുമെന്നും പരാതിക്കാരൻ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പൗരത്വ വിഷയത്തിൽ രാഹുൽ ഗാന്ധി നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഈ വിധി വലിയൊരു ആശ്വാസമാണ്. സുൽത്താൻപൂരിലെ മാനനഷ്ട കേസ് ഉൾപ്പെടെയുള്ള മറ്റ് നിയമ പോരാട്ടങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ടെങ്കിലും പൗരത്വം പോലെ ഗൗരവകരമായ ഒരു വിഷയത്തിൽ ലഭിച്ച ഈ അനുകൂല വിധി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ ജനശ്രദ്ധ നേടിക്കൊടുക്കും. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടിനുള്ള വിജയമായി കൂടിയാണ് ഈ വിധിയെ കാണുന്നത്. ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയമായി വേട്ടയാടാൻ ശ്രമിക്കുന്നവർക്ക് ഈ കോടതി വിധി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ഇനി വരുന്ന നിയമ പോരാട്ടങ്ങളിലും ഈ വിധി അദ്ദേഹത്തിന് വലിയൊരു ആത്മവിശ്വാസം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെ തകർക്കാൻ ശ്രമിച്ചവർക്കുള്ള ശക്തമായ പ്രഹരമായി തന്നെ ഈ വിധിയെ ചരിത്രം രേഖപ്പെടുത്തും.